നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാമിൻ സ്റ്റാർട്ട് ഈസ് വെരി സിമിലർ ടു നെയ്മേഴ്സ് ബിഗിനിങ്സ്. ലാമിൻ യമാലിൻ്റെ തുടക്കം നെയ്മറുടെ തുടക്കം പോലെയാണ് എന്ന് നിരീക്ഷിക്കുന്നത് FC ബാഴ്സലോണയുടെ ഡയറക്ടറായിട്ടുള്ള ഡെക്കോയാണ്. ഡെക്കോ ബ്രസീലുകാരനാണ്. ബ്രസീലിലൂടെ കളിച്ച് വളർന്ന, പിന്നീട് പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ തീരുമാനിച്ച ആളാണ്. ബ്രസീൽ ജനിച്ച് വളർന്നു. ബ്രസീൽ ക്ലബ്ബുകളിലൊക്കെ കളിച്ചു. പോർച്ചുഗലിലേക്ക് പോയി അവിടെ ദേശീയ ടീമിനായിട്ട് കളിച്ചു. ആ ഡെക്കോയാണ് പറയുന്നത്, നെയ്മറെ അടുത്തറിഞ്ഞ, നെയ്മറെക്കുറിച്ച് നല്ല ധാരണയുള്ള ഡെക്കോയാണ് പറയുന്നത്, നെയ്മറെ പോലെയാണ് യമാലിൻ്റെ തുടക്കം. ചെറിയ പ്രായത്തിൽ ലൈം ലൈറ്റിലേക്ക് വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത്. ഇനി പ്രായം കൂടുമ്പോൾ ഒരു 30 വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ അവൻ മികച്ച രൂപത്തിലുള്ള ഒരു മെച്യൂരിറ്റിയൊക്കെ ഉള്ളൊരു ആളായിട്ട് മാറും, കൂടുതൽ മികച്ച കളിക്കാരനായിട്ട് മാറും എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. മുണ്ടോ ഡിപ്പോർട്ടിവോക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ലാമിനൊരു ഫിനോമിനനാണ്, ഒരു പ്രതിഭാസമാണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് താരമായിട്ട് മാറുമോ എന്നുള്ളത് അത് അവനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അവൻ ഇവിടെ റയൽ മാഡ്രിഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. അടുത്ത കുറച്ച് വർഷങ്ങളിൽ FC ബാഴ്സലോണക്കായിട്ട് കിരീടങ്ങൾക്ക് വേണ്ടി റയലുമായിട്ട് അവൻ പോരാടും. അവന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റേജിലാണ്, ബെസ്റ്റ് പ്ലേസിലാണ് അവനുള്ളത്. ഞാനിപ്പോൾ സ്പാനിഷ് ദേശീയ ടീമിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെ പറയും. വലിയ ടൂർണമെൻറ്റുകളിൽ വലിയ സാന്നിധ്യം അവന് അവിടെ കൊടുക്കാനുണ്ട്. ലാമിൻ്റെ സ്റ്റാർട്ട് അത് നെയ്മറുടെ സ്റ്റാർട്ടിനോട് ഏതാണ്ട് സിമിലറാണ്, വെരി സിമിലറാണ്. രണ്ടുപേരും ചെറിയ പ്രായത്തിൽ തന്നെ മികവ് തെളിയിച്ചിട്ടുണ്ട്. ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മെച്യൂരിറ്റി എങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും. ഇപ്പോൾ അവന് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു പ്ലെയർ എന്ന നിലയിൽ. പക്ഷെ അവൻ്റെ പ്രായം വളരെ ചെറുതാണെന്ന് നോക്കുക. അവന് 30 വയസ്സാകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുകൂടി ഡെക്കോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.